നമസ്കാരം. ഇന്ത്യൻ വാഹന ലോകത്തെ ഏറ്റവും പുതിയ ചില പ്രധാന വാർത്തകളിലേക്ക് നമുക്കൊന്ന് ആഴ്ന്നിറങ്ങാം. നമസ്കാരം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള കുറച്ച് റിപ്പോർട്ടുകൾ വെച്ച് ഹ്യുണ്ടായി, മഹീന്ദ്ര പോലുള്ള കമ്പനികളുടെ പുതിയ നീക്കങ്ങൾ, പിന്നെ ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ, ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് നോക്കാം. തീർച്ചയായും. ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ നോക്കുന്നത് കസ്റ്റമർ സർവീസ്, യാത്രാ സൗകര്യം കൂട്ടുന്ന കാര്യങ്ങൾ, പിന്നെ പുതിയ വാഹനങ്ങളിലെ ടെക്നോളജിയൊക്കെയാണ്. ശരിയാണ്. ഉപഭോക്തൃ സേവനങ്ങൾ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റങ്ങൾ, വാഹന സാങ്കേതിക വിദ്യകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ കാര്യം, ഹ്യുണ്ടായി ഒരു മൺസൂൺ ചെക്കപ്പ് ക്യാമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. 2025 ജൂൺ 25 തൊട്ട് ജൂലൈ 20 വരെയാണെന്ന് തോന്നുന്നു. അതെ. അതിൽ 70 പോയിന്റ് ഫ്രീ ചെക്കപ്പ്, പിന്നെ എക്സ്റ്റൻഡഡ് വാറന്റിക്ക് ഒരു 35% വരെ ഡിസ്കൗണ്ട്. അതെ, 35%. പിന്നെ മെക്കാനിക്കൽ ലേബറിൽ ഒരു 15% കിഴിവും പറയുന്നുണ്ട്. കൊള്ളാം. ഈ വിൽപ്പനാനന്തര സേവനം, ആഫ്റ്റർ സെയിൽ സർവീസ്, അതിന് നിർമ്മാതാക്കൾ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടിപ്പോ. അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മൺസൂൺ കാലാവസ്ഥയിൽ വണ്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്. അപ്പോ ഇത്തരം ക്യാമ്പുകൾ ഉപഭോക്താക്കൾക്ക് ശരിക്കും ഉപകാരപ്പെടും. ശരിയാണ്. ഇത് കസ്റ്റമറുമായിട്ടുള്ള ഒരു ബന്ധം അത് നിലനിർത്താനും സഹായിക്കും. ഉറപ്പായും. ബ്രാൻഡ് റോയൽറ്റിക്ക് ഇത് നല്ലതാണ്. അപ്പോ ഈ ഉപഭോക്തൃ സേവനം പോലെ തന്നെ പ്രധാനമാണല്ലോ യാത്രാ സൗകര്യങ്ങൾ. ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അപ്ഡേറ്റ് കണ്ടു. വാർഷിക ടോൾ പാസ്. അതെന്താണ് സംഭവം? ഫാസ്ടാഗ് വാർഷിക ടോൾ പാസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീപെയ്ഡ് സിസ്റ്റമാണ്. അതായത് തിരഞ്ഞെടുത്ത ചില റൂട്ടുകളിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ പരിധിയില്ലാതെ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ ടോൾ അടയ്ക്കാം. ഓഹോ, ഇത് എല്ലാവർക്കും ലഭ്യമാണോ? അതോ? പ്രധാനമായും ഇത് ലക്ഷ്യമിടുന്നത് സ്ഥിരമായി ആ റൂട്ടിലൂടെ പോകുന്ന കൊമേഴ്ഷ്യൽ വണ്ടികളെയാണ്. പക്ഷേ ചില റൂട്ടുകളിൽ പ്രൈവറ്റ് കാറുകൾക്കും ഇത് ലഭ്യമായേക്കാം എന്ന് കേൾക്കുന്നുണ്ട്. ടോൾ പേയ്മെന്റ് കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ഒരു ശ്രമം. മനസ്സിലായി. അപ്പോ യാത്രാ സൗകര്യത്തിൽ നിന്ന് നമുക്ക് വാഹനങ്ങളിലെ ടെക്നോളജിയിലേക്ക് വരാം. മഹീന്ദ്രയുടെ സ്കോർപിയോ എന്നിൽ ADAS വരുന്നു കേൾക്കുന്നുണ്ടല്ലോ. അതെ, അങ്ങനെ ഒരു ശക്തമായ സൂചനയുണ്ട്. സ്കോർപിയോ എൻ, അതും അതിന്റെ ഉയർന്ന വേരിയന്റുകളിൽ ADAS, അതായത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റംസ് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈ ADAS എന്ന് പറഞ്ഞാൽ അത് ഡ്രൈവിംഗ് സുരക്ഷ കൂട്ടുമെന്നാണോ പ്രധാനമായും? തീർച്ചയായും. ADAS, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരുപാട് സഹായിക്കും. ഡ്രൈവിംഗ് കൂടുതൽ സേഫ് ആക്കും. പക്ഷേ ചിലർക്കൊരു സംശയമുണ്ടാവാം, ഇത് ഡ്രൈവിംഗിന്റെ ഒരു ഫീൽ കുറയ്ക്കുമോ ഓട്ടോമേഷൻ കൂടുമ്പോൾ? അതൊരു നല്ല പോയിന്റാണ്. പക്ഷേ ADAS പൂർണ്ണമായ ഓട്ടോണമസ് ഡ്രൈവിംഗ് അല്ല. ഇത് ഡ്രൈവറെ സഹായിക്കാനുള്ള സിസ്റ്റമാണ്, ഒരു സേഫ്റ്റി നെറ്റ് പോലെ. അപ്പോൾ ഡ്രൈവിംഗ് കൂടുതൽ ആത്മവിശ്വാസത്തോടെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ സഹായിക്കും. മഹീന്ദ്രന്റെ തന്നെ XUV 700 ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. XUV 700ന്റെ കാര്യം പറഞ്ഞപ്പോ അതിനും ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടല്ലേ? ഉണ്ട്. XUV 700ന് ആദ്യത്തെ ഒരു മേജർ ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ്. പുറത്ത് പുതിയ ഗ്രില്ല്, ബമ്പ്, അങ്ങനെയുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ. പക്ഷേ ഏറ്റവും വലിയ മാറ്റം അകത്താണെന്നാണ് പറയുന്നത്. പുതിയൊരു ഡാഷ്ബോർഡ് ലേഔട്ട്, ഒരു ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ്. ട്രിപ്പിൾ സ്ക്രീനോ? അതെങ്ങനെ? അതെ, 3 12.3 ഇഞ്ച് ഡിസ്പ്ലേകൾ, 12.3 ഇഞ്ച് വീതമുള്ള 3 സ്ക്രീനുകൾ ഒരുമിച്ച് വരുന്ന ഒരു വലിയ പാനലായിരിക്കും ഡാഷ്ബോർഡിൽ. വാവ്, അത് ശരിക്കും ഒരു പ്രീമിയം ഫീൽ തരും. തീർച്ചയായും. ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ ഫീച്ചറുകൾ, കൂടുതൽ ടെക്നോളജി, ഇതിനൊക്കെ ഡിമാൻഡ് കൂടുന്നു എന്നതിന്റെ തെളിവാണിത്. ടെക്നോളജിയുടെ കാര്യത്തിൽ ഹ്യുണ്ടായും ഒട്ടും പിന്നിലല്ല. അവരുടെ എഞ്ചിൻ ടെസ്റ്റിംഗിനെ കുറിച്ചൊരു വാർത്തയുണ്ടായിരുന്നല്ലോ. കോൾഡ് ബെഡ് ടെസ്റ്റിംഗ്. 4 ദശലക്ഷം, അതായത് 40 ലക്ഷം എഞ്ചിനുകൾ. അതെ, 40 ലക്ഷം എഞ്ചിനുകൾ 0 എമിഷനിൽ ടെസ്റ്റ് ചെയ്തുവെന്ന്. അത്ഭുതം തോന്നുന്നു. അതെങ്ങനെയാണ് ഈ 0 എമിഷൻ സാധ്യമാകുന്നത്? കോൾഡ് ബെഡ് ടെസ്റ്റിംഗ് അത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ടെക്നോളജിയാണ്. അവിടെ എഞ്ചിൻ യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഫ്യൂവൽ കത്തിക്കുന്നില്ല. ഓഹോ, പിന്നെങ്ങനെ ടെസ്റ്റ് ചെയ്യും? ഇലക്ട്രിക് മോട്ടോറുകൾ ഉപയോഗിച്ച് എഞ്ചിന്റെ പ്രധാന ഭാഗങ്ങൾ, അതായത് ക്രാങ്ക് ഷാഫ്റ്റ് പോലുള്ളവ പ്രവർത്തിപ്പിച്ച് അതിന്റെ പ്രവർത്തനം കറക്റ്റാണോ, ഘർഷണമൊക്കെ നോർമലാണോ എന്നൊക്കെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഫ്യൂവൽ ഇല്ലാത്തതുകൊണ്ട് പുകയില്ല, എമിഷനില്ല. അതെ, എമിഷൻ 0ആണ്. വെള്ളമോ കൂളന്റോ ഒന്നും വേണ്ട. ഇത് പരിസ്ഥിതിക്ക് വളരെ നല്ലതാണ്. പിന്നെ ഭാവിയിലെ എഞ്ചിൻ ഡെവലപ്മെന്റിനും ഇത് വലിയ സാധ്യതയാണ് നൽകുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെ. അപ്പോ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കിയാൽ, ഹ്യുണ്ടായുടെ കസ്റ്റമർ സർവീസ്, ഫാസ്ടാഗിലെ പുതിയ സൗകര്യം, പിന്നെ മഹീന്ദ്രയുടെ ADAS സാധ്യത, XUV 700ലെ ആ പുതിയ ട്രിപ്പിൾ സ്ക്രീൻ, അതോടൊപ്പം ഹ്യുണ്ടായുടെ ഈ ഗ്രീൻ എഞ്ചിൻ ടെസ്റ്റിംഗ് രീതി, ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗം എത്ര വേഗത്തിലാണ് മാറുന്നത് എന്നാണല്ലേ? തീർച്ചയായും. അപ്പോ ഈ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു കാര്യം ആലോചിക്കാം. അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? നിങ്ങളൊരു പുതിയ വാഹനം എടുക്കുമ്പോൾ അതിലെ ഏറ്റവും പുതിയ ടെക്നോളജിക്കാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അതോ ഇതുപോലുള്ള പരിസ്ഥിതി സൗഹൃദ കാര്യങ്ങൾക്കാണോ? നല്ലൊരു ചോദ്യമാണ്. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വിവരങ്ങൾ ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി.